ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദുരൂഹതകളുണ്ട്. കാരണം ഈ അഭിമന്യു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഈ കൊല്ലപ്പെടുന്നതിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഈ RSSന്റെ പേര് പറഞ്ഞ് ഈ മുസ്ലിമുകൾ ഈ ഹിന്ദുക്കളുടെ നെഞ്ചത്ത് വല്ലാതെ കയറുന്നുണ്ട് എന്നൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റ് വന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ കൊല നടക്കുന്നത്. അങ്ങനെ ഒരു സംഭവം കൂടിയുണ്ട്. അതിനുശേഷം വളരെ പ്രധാനപ്പെട്ട, നമുക്കറിയാം നാട്ടിലെ ഏത് കൊലപാതകം നടന്നാലും അതിൻ്റെ CCTV രംഗങ്ങളൊക്കെ പുറത്തു വരും. അഭിമന്യു കൊലക്കേസിൽ മഹാരാജ് കോളേജിൻ്റെ പിൻഭാഗത്തെ ഗേറ്റിന് അടുത്ത് വെച്ചിട്ടാണ് കൊലപാതകം നടക്കുന്നത്. അവിടെ കുറേ സ്ഥാപനങ്ങളുണ്ട്, IMAയുടെ ഒരു ബ്ലഡ് ബാങ്ക് ഉണ്ട്, ഇവിടെയൊക്കെ CC ക്യാമറകളുണ്ട്. ഒരു വിഷ്വൽ പോലും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ മൊത്തത്തിൽ വല്ലാത്ത ദുരൂഹത ഈ കേസിൻ്റെ അന്വേഷണത്തിൽ തുടക്കം മുതലേ ഉണ്ട്. നേരത്തെ ഉണ്ട്. അതായത് ഈ പ്രതികൾ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തുള്ള പ്രതികളാണ്. അവിടെയൊക്കെ CPM-നും DYFIക്കും SFIക്കും സ്വാധീനമുള്ള മേഖലയാണ്. ഈ പ്രതികളുടെ ഒരാളുടെ വീട്ടിലേക്ക് പോലും ഒരു കല്ല് പോലും SFI പ്രവർത്തകർ എറിഞ്ഞിട്ടില്ല.